അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. UAE-യിൽ ഏകീകൃത ഗതാഗത നിയമം ഉടൻ നിലവിൽ വരും. രാജ്യത്തെ ഫെഡറൽ ട്രാഫിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ നിയമം നടപ്പിൽ വരിക. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ വ്യത്യസ്തമായ ഗതാഗത നിയമങ്ങളും ട്രാഫിക് ബോർഡുകളും പല രീതിയിലുള്ള വേഗപരിധിയും മിക്കപ്പോഴും ഡ്രൈവർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. ഏത് എമിറേറ്റിൽ നിന്നെത്തുന്നവരായാലും ഒരേ വേഗ നിയന്ത്രണത്തിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനും ഒരേ നിയമങ്ങൾ പാലിക്കുന്നതിനും സാഹചര്യമുണ്ടാകേണ്ടതുണ്ട് എന്നും നിലവിൽ എമിറേറ്റുകളുടെ അതിർത്തികൾ കടക്കുമ്പോഴും റോഡ് ഗതാഗത നിയമങ്ങളിൽ പ്രത്യേകിച്ച് വാഹനങ്ങളുടെ വേഗപരിധിയിലുള്ള മാറ്റം പല ഗുരുതരമായ റോഡ് അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട് എന്നും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമം നടപ്പിൽ വരുത്തുന്നത് എന്നും ഫെഡറൽ ട്രാഫിക് കൺട്രോൾ വിഭാഗം അറിയിച്ചു. ഇതിൻ്റെ ഭാഗമായി UAE റോഡുകളിലെ വേഗനിയന്ത്രണത്തിന് നിലവിലുള്ള 20 കിലോമീറ്റർ വരെ അനുവദിക്കുന്ന അധിക വേഗ ബഫർ സമീപഭാവിയിൽ തന്നെ കുറയ്ക്കും. വിവിധ എമിറേറ്റുകളിലെ നഗരാതിർത്തികളിലെ ട്രാഫിക് ലൈറ്റുകളിലെയും സൂചനാ ബോർഡുകളിലെയും അവ്യക്തതയും പലപ്പോഴും ഡ്രൈവർമാർക്ക് പ്രയാസമുണ്ടാക്കാറുണ്ട്. ഇതെല്ലാം ഏകീകൃത ഗതാഗത സംവിധാനത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ പ്രധാന ഇസ്ലാമിക ദേവാലയങ്ങളിലൊന്നും UAE-യിലെ ഏറ്റവും വലുതുമായ അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് റംസാൻ പ്രമാണിച്ച് വിശ്വാസികളുടെ പ്രവാഹം. റമദാൻ ആരംഭിച്ചതോടെ ഗ്രാൻഡ് മോസ്കിൽ സന്ദർശന സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാക്കി ചുരുക്കി. റമദാനിൽ ഗ്രാൻഡ് മോസ്കിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. രാത്രി നിസ്കാരങ്ങൾക്കായി പള്ളിയുടെ പുറത്തും സൗകര്യം ഒരുക്കുകയും കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനായി എയർ കൂളറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ 225ഓളം കൂളറുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നേരിടുന്നതിന് ആംബുലൻസുകളും താൽക്കാലിക ക്ലിനിക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിലാളികളെ ഉദ്ദേശിച്ച് പള്ളിക്ക് പിന്നിലായി 13 ശീതീകരിച്ച റമദാൻ ടെന്റുകളും തയ്യാറാണ്. ഈ റമദാനിൽ 8 ലക്ഷത്തോളം മുസ്ലിം വിശ്വാസികൾ ഗ്രാൻഡ് മോസ്കിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നോമ്പ് തുറക്കും തറാവീഖ് നമസ്കാരത്തിനുമായി ഓരോ ദിവസവും 30,000-ഓളം പേർ വരെ എത്തുമെന്നും കണക്കാക്കപ്പെടുന്നു. UAE-യുടെ ദേശീയ റെയിൽവേയായ ഇത്തിഹാദ് റെയിലിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പൊതുജന സുരക്ഷ പരമപ്രധാനമാണെന്നും അതുകൊണ്ടുതന്നെ രാജ്യത്തിന്റെ റെയിൽ സംവിധാനം ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയും താൽപ്പര്യവും കാണിക്കുമെന്നും രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ റെയിൽവേ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കുമെന്നും ഇത്തിഹാദ് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ ട്രെയിൻ കടന്നുപോകുന്ന പാതയുടെ വശങ്ങളിലെയും അതുവഴിയുള്ള യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ലക്ഷ്യമിട്ടാണ് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. സ്കൂളുകൾ, മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ബോധവൽക്കരണം നടത്തുന്നത്. ട്രെയിൻ കടന്നുപോകുന്ന വഴികളിൽ പ്രത്യേകം തയ്യാറാക്കിയ കമ്പിവേലികളുണ്ട്. അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെയല്ലാതെ പാത മുറിച്ചു കടക്കരുതെന്നും അങ്ങനെ കടന്നാൽ കഠിനമായ ശിക്ഷ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ട്രെയിൻ വരുന്നു, നിയമങ്ങൾ പാലിക്കുക എന്ന സന്ദേശവുമായി അറബി, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. റെയിൽപാതയുടെ മറുവശം കടക്കാൻ 20ഓളം ഓവർബ്രിഡ്ജുകളും റോഡിനടിയിലൂടെയുള്ള ചെറിയ പാലങ്ങളും ചെറുതും വലുതുമായ 28 തുരങ്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറൻ പ്രവിശ്യയും സുപ്രധാന എണ്ണ ഉൽപ്പാദന കേന്ദ്രവുമായ ഹഫ്ഷാൻ മുതൽ റുവൈസ് വരെയുള്ള 284 കിലോമീറ്റർ ദൂരമാണ് 1ാം ഘട്ടമായി ട്രെയിൻ ഗതാഗതം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ എണ്ണ നീക്കമാണ് പ്രധാനമായി നടക്കുക. 2ാം ഘട്ടമായി മുസഫ, ഖലീഫ പോർട്ട്, ജബലലി എന്നിവിടങ്ങളിലേക്കും പിന്നീട് സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്കുമാണ് നിർമ്മാണം നടക്കുക. 3ാം ഘട്ടമായി രാജ്യത്തിന്റെ വടക്കൻ എമിറേറ്റുകളിലാണ് പ്രധാനമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തിഹാദ് എയർവേസ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമുള്ള പുതിയ സർവീസുകൾ ആരംഭിച്ചു. കൊച്ചിയിലേക്ക് ജൂൺ മാസവും കോഴിക്കോട്ടേക്ക് ജൂലൈ 1 മുതലുമാണ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ചെന്നൈ, ബാംഗ്ലൂരു സർവീസുകളും ഇതോടൊപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് ഒക്ടോബർ 1 മുതലാകും പുതിയ സർവീസ് ആരംഭിക്കുന്നതെന്നും ഇത്തിഹാദ് എയർവേസ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമ ഗതാഗത വിപണികളിൽ ഒന്നാണ് ഇന്ത്യയെന്നും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കുള്ള സർവീസുകളിൽ വൈഡ് ബോഡി ജെറ്റുകൾ കൂടുതലായി ഏർപ്പെടുത്തുമെന്നും ഇത്തിഹാദ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 23% വർധനവാണ് ഉണ്ടായതെന്നും ജെറ്റ് എയർവേസുമായി ആരംഭിച്ച സഹകരണത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ കൂടുതൽ വിപുലപ്പെടുത്താൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരം, ജയ്പൂർ, അഹമ്മദാബാദ് എന്നിങ്ങനെ ഇന്ത്യയിലെ 7 കേന്ദ്രങ്ങളിലേക്കാണ് ഇത്തിഹാദിന് 2 സർവീസുകൾ ഉള്ളത്. കൂടാതെ പ്രതിദിന സർവീസുകളും നടത്തുന്നുണ്ട്. യാത്രക്കാരുടെ ലക്ഷ്യം കണക്കിലെടുത്ത് പകലും രാത്രിയുമായാണ് പുതിയ സർവീസുകൾ നടത്തുന്നത്.
അങ്കമാലി നിവാസികളുടെ പ്രവാസ കൂട്ടായ്മയുടെ ചാരിറ്റി സെൽ അബുദാബി ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അബുദാബിയിലെ അങ്കമാലി നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ അങ്കമാലി NRI അസോസിയേഷന്റെ ചാരിറ്റി സെൽ അബുദാബി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അംഗങ്ങളും അഭ്യുദയകാംക്ഷികളുമായി 150ഓളം പേർ ക്യാമ്പിൽ സംബന്ധിച്ച് രക്തം ദാനം ചെയ്തു. പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, കോർഡിനേറ്റർമാരായ അജി പത്മനാഭൻ, റിജു കാവുലിപ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർച്ചയായി 2ാം വർഷമാണ് NRI അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരും വർഷങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന വിശ്വാസ സമൂഹം. അബുദാബി ഗ്രാൻഡ് മോസ്കിലെ പ്രമുഖ മതപണ്ഡിതൻ അഹമ്മദ് നസീം ബാക്കവി നോമ്പിന്റെ ചിന്തകളിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമദാനിലെ അനുഗ്രഹത്തിൻ്റെ 10 ദിനരാത്രങ്ങൾക്കു ശേഷം പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്ക് നമ്മുടെ ജോലി കൊണ്ടൊരു ലക്ഷ്യമുള്ളതുപോലെ, നമ്മുടെ സന്തതികളെ പഠിപ്പിക്കുന്നത് കൊണ്ടൊരു ലക്ഷ്യമുള്ളതുപോലെ, അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹു അവൻ വലിയ ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. സൽക്കർമ്മങ്ങൾ അത് ധാരാളമുണ്ട്. നിസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ അനവധി നീണ്ടുപോകുന്നു ആ പട്ടിക. സൽക്കർമ്മങ്ങളിലേക്ക് നാം കടക്കുകയാണെങ്കിൽ നിശ്ചയമായും നിസ്കാരം അത് മനുഷ്യനെ പാപത്തിനെ തൊട്ട് തടയുന്നു. മനുഷ്യൻ്റെ 360 കണിപ്പുകൾക്ക് വെറും 2 റക്അത്ത് നിസ്കാരം കൊണ്ട് പരിപൂർണമായ ആരോഗ്യം അത് നേടിത്തരുന്നു. നിശ്ചയമായും നിസ്കാരം ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് തടയുകയും അതുപോലെ തന്നെ ആരോഗ്യപൂർണമായൊരു ജീവിതത്തിന് അവനെ സഹായിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് ദാനമായി നൽകിയ മുതൽ അത് പരിപൂർണമായും നമുക്കുള്ളതാണെന്ന് നാം ധരിക്കരുത്. കാരണം നിർണയിക്കപ്പെട്ട ഒരളവ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പാവങ്ങൾക്ക് സക്കാത്ത് കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ കൽപ്പന നാം നിർവഹിച്ചേ പറ്റൂ. ഇതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനിലെ വ്രതം കൊണ്ട് ശരീരത്തിലടിഞ്ഞുകൂടിയ ദുർമേധസ്സുകളെ പുറംതള്ളി ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടാൻ നമ്മെ നോമ്പ് സഹായിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരേ വസ്ത്രത്തിൽ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ അതല്ലെങ്കിൽ ധനികനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സമന്മാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. പക്ഷേ വ്യത്യാസം ആരാണ് ഭക്തിയുള്ളവൻ എന്നതിൽ മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നാം ചെയ്യുന്നു. പക്ഷേ ഈ സൽക്കർമ്മങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രതിഫലം ലഭിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. നിശ്ചയമായും സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് സൽക്കാരമായി ഫിർദൗസ് എന്ന തോട്ടങ്ങളുണ്ടെന്ന്. ഖാലിദീന ഫീഹ, അവർ അതിൽ എന്നും ശാശ്വതരാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, അതിൽ നിന്ന് വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയേയില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണാത്ത, ചെവിടുകൊണ്ട് നാം കേൾക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ലോകമാണ് സ്വർഗീയ ലോകം. ആ സ്വർഗീയ ലോകം നമുക്ക് ലഭിക്കണമെങ്കിൽ ചില തടസ്സങ്ങൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഒരു പക്ഷേ തടസ്സമായി വന്നേക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു സുവർണാവസരമാണ് പരിശുദ്ധമായ ഈ റമദാൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനും മഹാകാരുണ്യവാനും തന്നെയാകുന്നു. നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി ഈ റമദാനിനെ നാം മുതലാക്കുക. മഗ്ഫിറത്തിൻ്റെ പത്തിൽ നാം ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒട്ടേറെ പോഷക സമൃദ്ധവും ഔഷധ ഗുണവുമുള്ള ഈന്തപ്പഴങ്ങളുടെ വർണ്ണാഭമായ കാഴ്ചകളെക്കുറിച്ചാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസ്. ഈന്തപ്പഴമെന്നും ഈത്തപ്പഴമെന്നും അറിയപ്പെടുന്ന ഖജൂർ. വഴിയോരങ്ങളിലെങ്ങും വർണ്ണാഭമായ കുലകൾ തിങ്ങിയ ഈന്തപ്പനകളാണ് അറബ് രാജ്യങ്ങളിലെ മനോഹരമായ കാഴ്ച. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ കേരള നാടിനെ പോലെ തന്നെ
ഗൾഫ് രാജ്യങ്ങളുടെ മുഖമുദ്രയാണ് ഈന്തപ്പനകൾ. ഗൾഫിൽ ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈന്തപ്പഴം കൃഷി ചെയ്യുന്നതോടൊപ്പം ഇവിടുത്തെ പാതയോരങ്ങളിൽ വച്ചുപിടിപ്പിച്ച ഈന്തപ്പനകൾ നയനമനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. സീസണാവുന്നതോടെ ഭാരമേറിയ പഴക്കുലകൾ വഹിച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ ഏറെ ദൃശ്യഭംഗിയുള്ളതുമാണ്. മാർച്ച് മാസത്തോടെ പൂക്കുന്ന ഈന്തപ്പനകളിൽ ജൂൺ മാസം വരെ പച്ച നിറത്തിലുള്ള കായകളാണ് കാണാൻ സാധിക്കുക. കാലാവസ്ഥ മാറി ചൂട് ശക്തിയാവുന്നതോടെ ഈന്തക്കുലകളുടെ നിറം മഞ്ഞയും ചുവപ്പുമൊക്കെയായി മാറും. ജൂലൈ മാസത്തെ ഹ്യൂമിഡിറ്റിയും പൊടിക്കാറ്റും 35 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ചൂടും ഈന്തക്കുലകൾക്ക് പഴുക്കാൻ അവസരമൊരുക്കുകയായി. സീസണായതോടെ വിപണിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങളും എത്തിക്കഴിഞ്ഞു. അബുദാബി മാർക്കറ്റിൽ ഈ സീസണിൽ ആദ്യം എത്തിയത് ഒമാനിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങളാണ് എന്ന് കച്ചവടക്കാർ പറയുന്നു. ഇവിടെ UAE-യിലെ ഡേറ്റ്സിൽ ഇറങ്ങുന്ന സമയം, അത് ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇറങ്ങുന്ന സമയം ജൂണോട് കൂടിയാണ്. അത് ഒമാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ വരുന്നത്. നെഗാള്, ഖനീജി, അങ്ങനെ ബൂമാൻ, അങ്ങനെ പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് 19ഓളം ഐറ്റംസിൽ വെച്ചിട്ട് ഒരു 10ഓളം ഐറ്റംസാണ് ഒമാനിൽ നിന്ന് വരുന്നത്. ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങി 15ഓളം രാജ്യങ്ങളിൽ നിന്നായി 50ലധികം ഇനങ്ങളാണ് ഈന്തപ്പഴ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഒരു 10-15ഓളം രാജ്യങ്ങൾ, അതായത് ഒമാൻ, ഈ ജോർദാൻ്റെ ഒരു ബർഹി പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്. അതായത് വളരെ നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അത് അടുത്ത ആഗസ്റ്റോട് കൂടിയാണ് അത് വരാനുള്ള സാധ്യതയുള്ളത്. ഇതിൽ അജുവ എന്ന മുന്തിയ ഇനം പഴം രോഗശാന്തിക്കായി ഉപയോഗിക്കുന്നുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലത്ത് ഈ ഇനം ഈന്തപ്പഴം മരുന്നായി നൽകിയിരുന്നു. ഖലാസ് എന്ന ഇനം ഈന്തപ്പഴം ഗർഭിണികൾക്ക് വളരെ ഉത്തമമാണ്. പരിശുദ്ധ റമസാൻ മാസം ആഗതമായതോടെ ഈത്തപ്പഴ വിപണി കൂടുതൽ സജീവമായി. വ്രതാനുഷ്ഠാനത്തിൽ ഈത്തപ്പഴത്തെ മാറ്റി നിർത്താനാവാത്ത ഒരു സ്ഥാനമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇഫ്താർ വിഭവങ്ങളിൽ ഈത്തപ്പഴത്തിനുള്ള പ്രാമുഖ്യം. നാല് വ്യത്യസ്ത പാകത്തിലുള്ള ഈന്തപ്പഴങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. തീരെ പഴുക്കാത്ത കിമ്രി, കർമുറ കടിച്ചു തിന്നാവുന്ന പകുതി മാത്രം പാകമായ ഖലാൽ, പിന്നെ ഏറെ വിശേഷപ്പെട്ട വെണ്ണ പോലെ മൃദുലമായ റുത്വബ്, തമർ എന്ന് വിളിക്കുന്ന കാരക്ക എന്നിവ. തമർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ, സന്തോഷം എന്ന് പറയട്ടെ, നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട്, നമ്മൾ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. പല വലിപ്പത്തിലും നിറത്തിലും മാധുര്യമൂറുന്ന 50ലധികം ഇനങ്ങൾ ലഭ്യമായ ഈന്തപ്പഴ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും മലയാളികൾ തന്നെയാണ്. അബുദാബി മീന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്, ഇതിലൊരു 70% എല്ലാ ഫീൽഡിലായിട്ടും കൂടി മലയാളികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈന്തപ്പഴ സംസ്കരണം വളരെ വികസിച്ച ഒരു വ്യവസായമാണ് ഇന്ന് ഇവിടെ. ഇതിൽ നിന്നും ഈന്തപ്പഴ സിറപ്പ്, ഈന്തപ്പഴ പേസ്റ്റ്, ജ്യൂസ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ടോഫികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ, വിശിഷ്യ അറബ് വംശജരുടെ ദൈനംദിന ഭക്ഷണത്തിലും സൽക്കാരങ്ങളിലും ഈന്തപ്പഴങ്ങൾക്ക് സമുന്നതമായ സ്ഥാനമാണ്. ഇപ്പോൾ റംസാൻ മാസമായതോടെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഈന്തപ്പഴമെന്ന ഖജൂർ ഒഴിവാക്കാനാവാത്ത ഒരു വിശിഷ്ട ഭോജ്യമാണ്. ഇഫ്താറിനു വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെയിൻബോ സാൻഡ്വിച്ചുമായി ഇഫ്താർ പലഹാരം.
ബ്രെഡും ചിക്കനും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ വിഭവമായ റെയിൻബോ സാൻഡ്വിച്ച് ആണ് ഇന്ന് ഇഫ്താർ പലഹാരത്തിൽ. ചിക്കൻ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കുന്നു. പുതിന, മല്ലി, കാഷ്യൂനട്ട്, തേങ്ങ എന്നിവ ചേർത്ത് അരച്ച് ചട്നി പരുവത്തിലാക്കുന്നു. പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മയോണീസ് ചേർത്ത് മിക്സ് ചെയ്യുന്നു. ബ്രെഡ് സ്ലൈസ് ചെയ്ത് ഒരു ലെയറിൽ ചിക്കൻ പൊടിയും അടുത്ത ലെയറിൽ ചട്നിയും ചേർത്ത് സാൻഡ്വിച്ചാക്കി പല ഷേപ്പിലാക്കി മുറിച്ചെടുക്കുന്നു. ഓയിൽ ചേരാത്ത റെയിൻബോ സാൻഡ്വിച്ച് തയ്യാർ. നോമ്പ് തുറക്കാൻ ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഐറ്റമാണിത്. റെയിൻബോ സാൻഡ്വിച്ച്. ഓയിലൊന്നും ഇല്ലാത്ത ചിക്കൻ റെയിൻബോ സാൻഡ്വിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും അബുദാബി യൂണിവേഴ്സൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജീവ് പിള്ള ക്യാപിറ്റൽ ടിപ്സിൽ. വേനൽക്കാലമെന്നാൽ വിനോദത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സമയമാണെന്നിരിക്കെ വളരെയധികം സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സീസൺ കൂടിയാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഇവയിൽ പല അസുഖങ്ങളും നമുക്ക് നേരിടാവുന്നതേയുള്ളൂ. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാവുന്ന, ശരീരത്ത് ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ത്വക്ക് രോഗ സംബന്ധമായ അസുഖങ്ങളും ദഹന സംബന്ധമായ അസുഖങ്ങളും അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വളരെയധികം കാണപ്പെടുന്നു. വേനൽക്കാലത്ത് ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാവുന്ന അസുഖങ്ങളുടെ മെയിൻ കാരണം ശരീരത്തെ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ തലവേദന, തലകറക്കം, കണ്ണിന് കാഴ്ച കുറയുക, ഛർദി ഉണ്ടാവുക എന്നിവയാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ വേണ്ട രീതിയിൽ ശരീരത്തെ ജലാംശം റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വിശ്രമം എടുക്കുകയും തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ആളിനെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സിറ്റുവേഷൻ നമ്മൾ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് സ്ട്രോക്ക് എന്ന അവസ്ഥ വരെ എത്തിച്ചേരാനുള്ള സാധ്യത ഇതിനുണ്ട്. കഠിനമായ ചൂടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഡീഹൈഡ്രേഷൻ മാനേജ് ചെയ്യാനും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചെയ്യേണ്ട പ്രതിവിധികളെ പറ്റിയും ഉള്ള ബോധവൽക്കരണം ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബിയും അബുദാബി മുനിസിപ്പാലിറ്റിയും യൂണിവേഴ്സൽ ഹോസ്പിറ്റലും വളരെ സജീവമായി ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് സാധാരണയായി കണ്ടുവരാറുള്ള മറ്റൊരു പ്രശ്നം ത്വക്ക് രോഗ സംബന്ധമായ അസുഖങ്ങളാണ്. ഇതിൽ മെയിനായിട്ടും സൺബേൺ, ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായവയാണ്. വളരെയധികം ചൂടുള്ള അന്തരീക്ഷം, അമിതമായ വിയർപ്പ്, ഓയിലി സ്കിൻ, പ്രതിരോധശേഷി കുറഞ്ഞ ശാരീരികാവസ്ഥ മുതലായവയാണ് ഇതുണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ. അതിശക്തമായ ചൂടിൽ കൂടുതൽ നേരം എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടാണ് സൺബേൺ ഉണ്ടാവാറുള്ളത്. ഇതിനുള്ള പ്രതിവിധി അമിതമായ ചൂടുള്ള സമയങ്ങളിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായി സൺസ്ക്രീനിങ് ക്രീം ഉപയോഗിക്കുന്നതും വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന തൊപ്പി, ഹാറ്റ്സ്, സൺഗ്ലാസസ് ഉപയോഗിക്കുന്നത് കൊണ്ടും വളരെയധികം പ്രയോജനം കണ്ടുവരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയും സ്കിൻ വളരെയധികം ഡ്രൈ ആയി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിനുള്ള പ്രതിവിധി. മറ്റൊരു പ്രശ്നമാണ് വയർ സംബന്ധമായ അസുഖങ്ങൾ. അതിൽ മെയിനായിട്ട് കണ്ടുവരാറുള്ളത് ഡയേറിയ പോലുള്ള അസുഖങ്ങളാണ്. കഠിനമായ ചൂട് കാരണം ആഹാര സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയാവുകയും അത് കുക്ക് ചെയ്യുമ്പോൾ വേണ്ട വിധമുള്ള ഹൈജീൻ ഇല്ലാതെ വരികയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ഇതിന് പ്രധാന കാരണം. പരമാവധി ഫ്രഷായിട്ടുള്ള ആഹാര സാധനങ്ങൾ വാങ്ങുകയും വാങ്ങിയാൽ ഉടൻ തന്നെ അത് കൺസ്യൂം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ഇൻഫെക്ഷൻ തടയാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. ഫ്രോസൺ ഫുഡ്സ്, ഫ്രിഡ്ജിൽ വളരെ കാലം ഇരിക്കുന്ന ആഹാരം അത് കുറേ നേരം വെളിയിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് വേനൽക്കാലത്ത് കണ്ടുവരാറുള്ള മറ്റു ഒരു ആരോഗ്യ പ്രശ്നം. കൂടുതലായും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാറുള്ളത്. കഠിനമായ പനി, ചുമ,
മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടയ്ക്ക് വേദന തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ അതിന് വേണ്ട വൈദ്യസഹായം തേടേണ്ടതാണ്. വേനൽക്കാലത്തുണ്ടാവാറുള്ള ഈ അസുഖങ്ങൾക്കുള്ള പ്രധാന പ്രതിവിധി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതിൽ പ്രധാനമായും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം, വിശ്രമം, പേഴ്സണൽ ഹൈജീൻ ഇവയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെ വളരെ കുറവാണ്. ജെൻസ് വെയറിൻ്റെ ഏറ്റവും പുതിയ ട്രെൻഡുമായി അബുദാബി ഖലീഫ സ്ട്രീറ്റിലെ ഒക്ടേവ് ഷോറൂമിലെ കാഴ്ചകളുമായി ക്യാപിറ്റൽ ലൈഫ്. അബുദാബിയിലെ ഖലീഫ സ്ട്രീറ്റിലുള്ള ഒക്ടേവ് എന്ന മെൻസ് വെയർ ഷോറൂമാണിത്. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഈ ഷോറൂമിൽ 100% ഇന്ത്യയിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ വസ്ത്രങ്ങളാണ് ഉള്ളത്. ഇവിടെ വിവിധ ബ്രാൻഡുകളുടെ ഷർട്ടുകളുണ്ട്, ടീഷർട്ടുണ്ട്, പാൻസ്, ജീൻസ്, ഷൂസ്, വിവിധ ബ്രാൻഡുകളുടെ ഷൂസ് തുടങ്ങി എല്ലാവിധ മെൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫാഷനബിൾ വസ്ത്രങ്ങളും ഇവിടെ ലഭിക്കും. ഇവരുടെ ഷോറൂമുകളിൽ റംസാൻ പ്രമാണിച്ച് ഇപ്പോൾ 25% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വസ്ത്രങ്ങളുടെ പ്രത്യേകത വളരെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഷോറൂമിലൊരു പ്രത്യേകതയാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഷർട്ടുകൾ, പല കളറിൽ പല ഡിസൈനിലുള്ള ഷർട്ടുകൾ. ഒരു 50 ദിറം മുതൽ ഏതാണ്ട് 800-900 ദിറംസ് വരെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കും. അതുപോലെ ക്യാപ്പുകളുടെ നീണ്ട ഒരു നിര തന്നെ ഇവിടെയുണ്ട്. വളരെ രസകരമായ പല ബ്രാൻഡുകളുടെ ക്യാപ്പുകൾ ഇവിടെ ലഭിക്കും. അത് പ്രത്യേകിച്ച് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിവിധ കളറിലുള്ള ഷർട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ 2-3 ബ്രാൻഡുകളുടെ മെയിൻ ബ്രാൻഡുകളുടെ ഷർട്ടുകളുമുണ്ട്. ജീൻസ് എന്ന മെറ്റീരിയൽ ഒക്ടേവ് എന്ന ബ്രാൻഡിൽ തന്നെ തീർത്തിരിക്കുന്ന ഷർട്ടുകൾ, അതുപോലെ ജീൻസ് വിവിധ ഷേപ്പിൽ സ്ലിം ആയിട്ടുള്ളത്, നമ്മുടെ ഷേപ്പിനനുസരിച്ച് അങ്ങനെ പല രീതിക്ക് ഉള്ള ജീൻസുകൾ ഇവിടെയുണ്ട്. ജോഗിങ്ങിനായിട്ടുള്ള വിവിധ കളറിലുള്ള പാൻറ്റുകൾ, അതുപോലെ ടീഷർട്ടുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഈ ജോഗിങ്ങിനായിട്ടുള്ളത് ഇവരിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ടീഷർട്ട് ആണെങ്കിൽ പല കളറിലുള്ള ടീഷർട്ടുകൾ. We have introduced Octave in UAE in 1995, and this particular shop started back 3 years back. We have range of casual wears, be it like jeans, trousers, cotton trousers, t-shirts, casual shirts. We have formal variety as well. Like we have recently introduced suit from the Turkey. It's made in Turkey shoots. We have a range of like formal shirts, formal trouser. We have shoes as well, variety of shoes for all the men out there, and accessories as well. So it's like basically one-stop shop for all men out there. And this is basically a youngster brand, for the casual to the formal segment. And more our PhD in the, we all sell 100% cotton. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amrdatv.com. നന്ദി, നമസ്കാരം.